മാഷെ, ജനകീയരായ നേതാക്കളായിരുന്ന തോമസ് ഐസക്, ശൈലജ ടീച്ചർ, ഇ.പി. ജയരാജൻ തുടങ്ങിയവരെയൊക്കെ തിരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ച് ഒതുക്കിയതുപോലെ നിലമ്പൂരിൽ എം സ്വരാജിനെ മരുമകനെ പാർട്ടിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായി നിലമ്പൂരിൽ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിക്കാനുള്ള ശ്രമമാണോ പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്? അത്തരത്തിലൊരു വ്യാഖ്യാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മളതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ നോക്കുമ്പോൾ അങ്ങനെ അല്ല ആ കാര്യങ്ങൾ കാണേണ്ടത്. കാരണം അൻവർ എന്താണ് ചെയ്തത്? അൻവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ട് മത്സരിച്ച് ജയിച്ച് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു മെഗഫോണായി നടക്കുകയും VD സതീശൻ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണെന്നും അയാൾ കണ്ടെയ്നറിലാണ് നോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമൊക്കെ ഉന്നയിച്ച് ഇടതുപക്ഷത്തിൻ്റെ കോടാലിയായി നടന്നിരുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ ചെയ്തു എന്ന് പറഞ്ഞ് പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത് വരെ അദ്ദേഹത്തിന് എതിരെ ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അജിത് കുമാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൊള്ള കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വലിച്ചെറിയുന്നു. ഒരു MLA അയാളുടെ പൊസിഷൻ രാജിവെക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരിക്കില്ല, നമ്മൾ കണക്കാക്കരുത്, അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ അൻവർ ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനായിട്ട് CPM തീരുമാനിച്ചു. ആ തീരുമാനം അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മറിച്ച് അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ കൂടുതൽ അവഹേളിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെയുള്ള വാർത്തകളിൽ പരന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഏതോ ഒരു ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടിനെ മുസ്ലിം ആണെന്നുള്ള ഒറ്റ കാരണത്തിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന നിലക്കുള്ള വാർത്ത വന്നു. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാളെയും കിട്ടാതെ CPM ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നീ കേട്ടോ ഏതെങ്കിലും ബംഗാളിയെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത്രമാത്രം കളിയാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് CPMൻ്റെ പൊസിഷനെ മാറ്റിവെച്ച ഒരു വാർത്ത നമ്മുടെ മുന്നിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ CPM എന്താണ് ചെയ്തത്? CPM എന്നാണോ അൻവർ രാജിവെച്ചത് അന്ന് മുതൽ അവിടെ അവരുടെ ഒരു പടത്തലവൻ എന്ന നിലയ്ക്ക് എം സ്വരാജിനെ കൊണ്ട് സ്ഥാപിച്ചിരുന്നു. എം സ്വരാജാണ് അതിനുശേഷം മലപ്പുറത്ത് നടന്ന എല്ലാ മീറ്റിങ്ങുകളിൽ അൻവറിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം CPMൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വാഗ്മിയാണ് എം സ്വരാജ് എന്ന് പറയും. DFIയുടെ സെക്രട്ടറി ആയിരുന്നു. അതേപോലെ തന്നെ SFIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം CPM പാർട്ടി അങ്ങനെ തന്നെ മത്സരിക്കുന്നതിന് തുല്യമാണ്. സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി തുല്യമാണ്. സെക്രട്ടറി മത്സരിക്കുന്ന പോലെയാണ് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. രാഷ്ട്രീയമായിട്ട് അങ്ങനെ വലിയൊരു ആർജവം യഥാർത്ഥത്തിൽ CPM ഈ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്, കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. അൻവർ എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് അവതരിപ്പിച്ചെന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു അദ്ദേഹം. അപ്പോൾ കൂടെ കിടക്കുന്നവർ മാത്രമേ രാപ്പിനെ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കാറുള്ളൊരു സാധനമാണ്. പക്ഷേ അത് കൃത്യമായിട്ട് ഇയാൾക്ക് അറിയാം. ഇയാൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം എന്നൊക്കെ ആളുകൾ കരുതിയിരുന്നെങ്കിലും പുതിയ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാനായിട്ട് അൻവറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അൻവറിനെതിരെ ഒരു മറുപടി എന്ന നിലക്ക് ഇയാളെ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒപ്പം തന്നെ ധന്യ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കാരണം എന്താണ്, ശൈലജ ടീച്ചറെ അവിടെ മത്സരിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനെ ജയിച്ച് ഏറ്റവും വലിയ ജനകീയത പ്രകടമാക്കിയ നേതാവാണ്. അവരെ കൊണ്ടുപോയി വടകരയിൽ നിർത്തി തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ചപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഇമേജ് ആകുവാനെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അങ്ങനെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. P. ജയരാജനെ അങ്ങനെ തോൽപ്പിച്ചു അല്ലേ? അപ്പോൾ ഈ പ്രഗത്ഭരായിട്ടുള്ള പാർട്ടിയിലെ നേതാക്കളൊക്കെ ഇങ്ങനെ നാണം കെടുത്തുന്ന തരത്തിലുള്ള തോൽവിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് സ്വന്തം മരുമോൻ മുഹമ്മദ് റിയാസ് അയാളെ ഉയർത്തി വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ഭാവിയിൽ മുഖ്യമന്ത്രിയാക്കാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവാക്കാനോ ഒക്കെ ഉള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ള ആരോപണം ഇതിനെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരിക്കലും ഒരു ഡൈനാസ്റ്റി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാക്കി പല ആരോപണങ്ങളും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അവർ വലിയ തരത്തിൽ അക്രമകാരികളായിട്ടുള്ള ആളുകളാണ്. ഒരു കാലത്ത് CPMനെതിരെ ആകേണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് സെൽഫരണവും ആക്രമണവും മാത്രമാണ്. പിന്നീട് കുറേ കഴിഞ്ഞാണ് അഴിമതി അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളായിട്ട് മാറി. ഇനി അവസാനമായിട്ടുള്ള ആരോപണമാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ പാരമ്പര്യം
ഉം. അമ്മായിയപ്പൻ എന്ത് ചെയ്യുന്നു, മരുമോന് ഇതങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറെ മന്ത്രിയാക്കണം തീരുമാനിച്ച സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെ വലിയ ഒരു കാർട്ടൂൺ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ്. അതെ മനസ്സിലായി. മാഷെ, ഈ നിലമ്പൂർ എന്ന് പറയുന്നത് UDFന്റെ ശക്തി കേന്ദ്രമാണ്. ശക്തി കേന്ദ്രം. ആര്യാടൻ മുഹമ്മദൊക്കെ നിന്ന് മത്സരിച്ച് പിന്നീട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPMന്റെ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് അൻവറിനെ കുറച്ചുകൂടി അവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കളിച്ചത് കൊണ്ടാണ് അൻവർ അവിടെ ജയിച്ചത്. പിന്നീട് അത് CPMന്റെ കോട്ടയായി തീർന്നതാണ്. പക്ഷെ ഇപ്പോഴും ഉരുക്ക് കോട്ട എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വരുന്നു. ഷൗക്കത്ത് അതും കുറേ വിമർശനങ്ങളൊക്കെ ആരോപണങ്ങൾ ഉയർന്നു. ഷൗക്കത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഷൗക്കത്ത് CPMലേക്കോ BJPയിലേക്കോ പോകും, BJP കേന്ദ്ര പദവി വരെ ഓഫർ ചെയ്തു എന്നൊക്കെയാണ് പുറത്തു വന്ന കാര്യങ്ങൾ. അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അത്തരം ഒരു ഉരുക്ക് കോട്ടയിൽ സ്വരാജിനെ പോലെ ഇപ്പോൾ വാത്മീകി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന, പാർട്ടിയെ തന്നെ നയിക്കാൻ കഴിവുള്ള, ഒരുപക്ഷെ റിയാസിനേക്കാൾ കൂടുതൽ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ചില നേതാക്കളിൽ ഒരാളായി ഇരിക്കുന്ന സ്വരാജിനെ കൊണ്ട് നിർത്തുന്നത് പാർട്ടി എന്തുദ്ദേശിച്ചിട്ടാണ്? ഇപ്പൊ ആരും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും പറഞ്ഞല്ല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. പക്ഷെ ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ ഒരു പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടല്ലേ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കൽ അല്ല പ്രശ്നം, രാഷ്ട്രീയമായിട്ട് പോരാട്ടം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എന്നുവെച്ചാൽ, ഒന്ന് ഒരു ആശുപത്രി സൂപ്രണ്ട്, മറ്റ് എന്ന് പറഞ്ഞതിനിടയിൽ ഒരു ക്രിസ്തീയ വനിത, ഇവരെയൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയ സമരമായിട്ട്, രാഷ്ട്രീയ പോരാട്ടമായിട്ട് ഒരിക്കൽ പോലും അവതരിപ്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മാത്രമാണ്, രാഷ്ട്രീയം മാത്രമാണ് അതിനകത്തുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും അതിൻ്റെ മുന്നിലേക്ക് വരില്ല. തോക്കാം, ജയിക്കാൻ വേണ്ടി മാത്രം എപ്പോഴും മത്സരിക്കാൻ പറ്റും. ഏത് തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കാൻ പറ്റില്ല. സ്വരാജിനെ പോലെ സെക്രട്ടേറിയറ്റ് അംഗമായ പാർട്ടിയിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരാളെ ഇത്തരം ജയിക്കില്ല എന്ന്, ഇപ്പൊ ബംഗാളിയെ പോലും നിർത്തേണ്ട ഗതികേടിലാണെന്നൊക്കെ പല ആരോപണങ്ങളും വരുന്ന ഒരു സ്ഥലത്ത് പാർട്ടിക്ക് തന്നെ അറിയാം അവിടെ പാർട്ടിക്ക് ജയം സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്ത് ഇതിന്റെ പുറത്താണ് സ്വരാജിനെ കൊണ്ട് നിർത്തി വീണ്ടും അദ്ദേഹത്തെ ശൈലജ ടീച്ചറിനെ പോലെ EPയെ പോലെയും അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ പോലെ ഒക്കെ ഇങ്ങനെ നാണം കെട്ട് നാറി പാർട്ടിക്കകത്ത് തന്നെ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു നാണക്കേട് ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് നിർത്തുന്നതിൽ ഈ പാർട്ടിയുടെ ചേതോവികാരം എന്താണ്? അല്ല, ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരിക്കലും അത്തരത്തിലുള്ള ആംഗിൾ പാർട്ടിയോ പാർട്ടിയുടെ അണികളോ കണക്കാക്കുന്നില്ല. പാർട്ടിയും പാർട്ടിയുടെ അണികളും ഇതിനകത്ത് കണക്കാക്കുന്നത് അൻവർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു ചെവുകേട്, നെറിവുകേട് എന്നാണ് അവരവരുടെ ഭാഷ്യത്തിൽ അൻവറിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മളെ വളർത്തി, നമ്മളെ വലുതാക്കി, നമ്മൾ MLA ആക്കിയ ആ അൻവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കടിച്ചു, നമ്മളെ ശരിപ്പെടുത്തി, എന്നിട്ട് അവൻ പോയി നിന്ന് നമുക്കെതിരെ കുരച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനെ ശരിപ്പെടുത്താനായിട്ട് പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള പോരാളി തന്നെ വരേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത്. അവിടെ സ്വരാജ് ജയിക്കുകയോ തോക്കുമോ എന്നുള്ള പ്രശ്നം. സ്വരാജ് എന്ന് പറയുന്ന പാർട്ടിയുടെ പോരാളിയെ മത്സരരംഗത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. കുറേ നാളുകളായിട്ട് അവിടെ പ്രവർത്തനം നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ. അൻവർ രാജിവെച്ചതിന് ശേഷം ഏതാണ്ട് 100 കണക്കിന് മീറ്റിങ്ങുകൾ CPM അവിടെ നടത്തി കഴിഞ്ഞു. ആ മീറ്റിങ്ങുകളിലൊക്കെ അത്യുജ്വലമായിട്ട് രാഷ്ട്രീയം പ്രസംഗിച്ച് മുന്നേറിയ നേതാവ് തന്നെയാണ് സ്വരാജ്. അത് നമ്മൾ കാണണം. ആ ഒരു വശം തീർച്ചയായിട്ടും അതിനുണ്ട്. മറ്റു വശങ്ങളൊക്കെ പറയാം. മറ്റു വശങ്ങൾ പറയുന്ന സമയത്ത് അത് പലരും വിശ്വസിക്കാം ഇയാളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒതുക്കലും എന്താണ് ഉയർത്തലുമൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്. ജനങ്ങളത് തീരുമാനിച്ചാൽ ശൈലജ ടീച്ചറിനെ വലിയ ഭൂരിപക്ഷത്തോടെ, പിണറായിയേക്കാൾ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ജയിപ്പിച്ച ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം, അത് പാർട്ടി ഭേദമന്യേ ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. ഒരു കാരണമില്ലാതെ അവരെ ഒതുക്കിക്കളഞ്ഞു. അവരിപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറിയെന്ന് പറഞ്ഞ് കടക്ക് പുറത്തെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരെയൊക്കെ ഷംസീറിനെ സ്പീക്കറായി ഒതുക്കി ആ ഭാഗത്തേക്ക് ഒതുക്കി വെച്ചേക്കുന്നു. പിന്നെ ധനമന്ത്രിയായ തോമസ് ഐസക്കൊക്കെ നല്ല രീതിയിൽ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും അദ്ദേഹമൊക്കെ മികച്ച ധനമന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G. സുധാകരനെ
ഒക്കെ മാറ്റി അദ്ദേഹത്തെയൊക്കെ തഴഞ്ഞ് അവരെയൊക്കെ ഇപ്പോൾ അവരൊക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെയൊക്കെ ഒരു ഫേസ്ബുക്ക് കയറി നോക്കണം. പോസ്റ്റ് ഇട്ടെങ്കിൽ അവരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മരുമകനെ അടുത്ത് ഞാൻ കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കുടുംബവാഴ്ച പോലെ അപ്പൂപ്പൻ കഴിഞ്ഞാൽ അമ്മുമ്മ, അമ്മുമ്മ കഴിഞ്ഞാൽ മകൻ, മകൻ കഴിഞ്ഞാൽ ഭാര്യ, ഭാര്യ കഴിഞ്ഞാൽ മക്കൾ, ആ ലെവലിലേക്ക് പോലെ ഞാൻ കഴിഞ്ഞാൽ അടുത്ത് എൻ്റെ മരുമകൻ, മരുമകൻ കഴിഞ്ഞാൽ അടുത്ത് കൊച്ചുമോൻ, ആ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള തന്ത്രമാണോ? അതിനുവേണ്ടി സ്വരാജിനെ ബലിയാടാക്കുകയാണോ പിണറായി? അല്ല, അങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും പ്രസക്തമായിട്ട് ഒരു വശം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന ഒരാളാണ് ഞാൻ. കണക്കാക്കുന്ന ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് CPM എടുക്കുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ അവർക്ക് അവതരിപ്പിക്കേണ്ട സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടുത്തെ CPM അണികൾക്കുണ്ടാക്കുന്ന ആവശ്യം ചെറുതായിരിക്കില്ല. സ്വരാജ് ജയിക്കു തോക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘടകം മാത്രമാണ്. പോരാടാൻ ഇറങ്ങുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പോരാളിയെ കിട്ടിയിരിക്കുന്നു. ഇയാളെയും കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണി പോരാട്ടം തന്നെ നടത്തും എന്നവർ പ്രഖ്യാപിക്കുന്നുള്ളതാണ്. അപ്പോൾ അണികളുടെ ആവേശം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. വേറെ ഏത് സ്ഥാനാർത്ഥിനെ കിട്ടിയാലും ഈ ആവേശം ഒരിക്കലും അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. നേരത്തെ ധന്യ പറഞ്ഞ എല്ലാ ആരോപണങ്ങളുടെയും സാധ്യതകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കാരണം കുറച്ചു കാലമായിട്ട് അത്തരം പ്രക്രിയകളൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ഫലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന നിലക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരവതരിപ്പിക്കേണ്ട ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് സ്വരാജ്. സ്വരാജ് മത്സരിക്കട്ടെ. സ്വരാജ് അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് CPMന് കിട്ടേണ്ടതായിട്ടുള്ള മുഴുവൻ വോട്ടുകളും തീർച്ചയായിട്ടും CPMനെ ബാഗ് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള വോട്ടുകൾക്ക് അവർ പിന്നീട് കണക്ക് പറയേണ്ടായിരുള്ളൂ. നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മണ്ഡലമാണ്. ഇത് രൂപീകരിച്ച് 65-67 ആ കാലഘട്ടത്തിൽ ശരിയാണ് സഖാവ് കുഞ്ഞാലി അവിടെ വിജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നാണ് ജയിച്ചത്? TKMC ജയിച്ചു. TKMC കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരുടെ കുറേ വോട്ടും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടി ചേർത്താണ് TKMC വിജയിപ്പിച്ചത്. പിന്നെ അൻവർ ജയിച്ചു. അൻവറും കോൺഗ്രസിൻ്റെ വോട്ടിലാണ് ജയിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ആര് ജയിക്കണം തോക്കണം എന്ന് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ കോൺഗ്രസിന് കിട്ടിയാൽ കോൺഗ്രസ് ജയിക്കും. പകരം അത് ഭാഗിച്ചു പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് തോക്കും. ഇതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ അരിത്തമെറ്റിക്സ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫൈറ്റിനെ CPM സ്വരാജിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലായിട്ട് CPMന് കിട്ടേണ്ടതായിട്ടുള്ള മുഴുവൻ വോട്ടും CPMന് കിട്ടണം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. തീർച്ചയായിട്ടും.